ഓം ശാന്തി. ഇന്നു നമ്മൾ പ്രാർത്ഥനയും ധ്യാനവും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. പ്രാർത്ഥന കൊണ്ട് എന്താണ് നേട്ടം? ധ്യാനം കൊണ്ട് എന്താണ് നേട്ടം? ഈ രണ്ട് നേട്ടങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇതെല്ലാം നമുക്കിന്നൊന്ന് ചിന്തിക്കാം. ഈശ്വരൻ നമ്മുടെ പിതാവാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ യഥാർത്ഥ അച്ഛനാണ് ഈശ്വരൻ. അച്ഛനായിട്ടിരിക്കെ അച്ഛൻ്റെതായ പല ധർമ്മങ്ങളും ഈശ്വരൻ നമുക്ക് വേണ്ടി സദാ ചെയ്യുവാൻ ജാഗരൂകനുമാണ്. ഒരച്ഛനും കുട്ടി പറഞ്ഞു കൊടുത്തിട്ടല്ല കുട്ടിയുടെ പരിപാലന ചെയ്യുന്നത്, അല്ലെങ്കിൽ കുട്ടി അപേക്ഷിച്ചിട്ടല്ല കുട്ടിയുടെ കാര്യങ്ങൾ നിറവേറ്റുന്നത്. എല്ലാ അച്ഛന്മാരും, ഈ ലോകത്തിലുള്ള സർവ്വ അച്ഛന്മാരും തൻ്റെ കുട്ടിയുടെ കാര്യം കുട്ടി പോലും ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ ചിന്തിച്ച് മനസ്സിലാക്കി നിറവേറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ ഈശ്വരൻ തൻ്റെ മക്കളായ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ അത് ശരിയാക്കി തരുവാൻ, അല്ലെങ്കിൽ ആ ഭാഗം പരിഗണിക്കുവാൻ തയ്യാറാണ്. പക്ഷെ എന്നിട്ടും പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ഫലം കാണാതെ വരുന്നതായിട്ട് പലരും പറയലുണ്ട്. ഈശ്വരൻ ഏറ്റവും വലിയ സൈക്കാട്രിസ്റ്റാണ്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഈശ്വരൻ വളരെ വലിയ ഒരു സൈക്കാട്രിസ്റ്റാണ്. നമ്മുടെ മനസ്സിനെ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സൈക്കാട്രിസ്റ്റ്, നമുക്ക് വേണ്ടത് തരാൻ അറിയുന്ന സൈക്കാട്രിസ്റ്റ്. നമ്മുടെ ഓരോരോ പ്രാർത്ഥനകൾക്കും പരിഹാരം കാണാൻ നിന്നാൽ പ്രാർത്ഥനകൾ വീണ്ടും വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയായി മാറിക്കൊണ്ടേയിരിക്കുമെന്ന് ഈശ്വരന് നന്നായിട്ട് അറിയാം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ ഭഗവാന് മാത്രമല്ല, ഭഗവാനെ പോലെ ഒരു 100 ഭഗവാന്മാർ വിചാരിച്ചാലും സാധിക്കില്ല. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അറ്റമില്ല. ഒരാഗ്രഹം പൂർത്തീകരിച്ചു തരുമ്പോൾ നമ്മുടെ അടുത്ത ആഗ്രഹം അതിനേക്കാൾ വലുത് പുറത്തേക്ക് വരും. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരുന്ന ഒരു പണി ചെയ്യുന്ന ആളല്ല ഈശ്വരൻ. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ കുറേ ആഗ്രഹിച്ചു കൂട്ടുക, ഇതൊക്കെ നടത്തിത്തരാൻ നമ്മൾ ഭഗവാനോട് പറയുക, ഭഗവാൻ ഇതൊക്കെ നടത്തിത്തരിക. എന്താണ് ഇത്? ഇതിനാണോ ഈശ്വരൻ? ഈശ്വരൻ പറയുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആഗ്രഹമില്ലാത്തവരാകൂ. ഇതാണ് ഈശ്വരൻ പറയുന്നത്. നമ്മൾ ആഗ്രഹങ്ങൾ കൊണ്ട് ഈശ്വരന്റെ അടുത്തേക്ക് പോകുന്നു. ഈശ്വരൻ നമ്മളെ ആഗ്രഹങ്ങളില്ലാത്തവരാകാൻ പറയുന്നു. ഒന്നും ആഗ്രഹിക്കാതിരിക്കൂ. നിങ്ങൾക്കെല്ലാം തന്നുകൊണ്ടിരിക്കാം. കാരണം ഈശ്വരൻ നമ്മുടെ ആഗ്രഹങ്ങളല്ല പൂർത്തീകരിച്ചു തരുന്നത്. നമുക്ക് എവിടെ എന്താ ആവശ്യമുണ്ട് ഇത് ഈശ്വരനറിയാം. അത് നമ്മൾ ആ ദിവസം വരുമ്പോഴേ അറിയുള്ളൂ. ഈശ്വരന് ഇത് വർഷങ്ങൾക്ക് മുൻപേ അറിയാം. ഇന്ന ദിവസത്തിലെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ആവശ്യം വരും. ആ സമയത്ത് അവിടേക്കുള്ള എന്താ അവിടെ ചെയ്യും. ഇതുമെല്ലാം ഈശ്വരനറിയാം. നമ്മൾ ആഗ്രഹങ്ങൾ കൊണ്ടാണ് ഈശ്വരന്റെ അടുത്ത് സമീപിക്കുന്നത് പലരും. പ്രാർത്ഥന എന്ന് വെച്ചാൽ അതാണ്. ഓരോ ആഗ്രഹങ്ങൾ കൊണ്ട് ഈശ്വരന്റെ അടുത്ത് സമീപിക്കുക. ചിലത് ഭൗതിക ആഗ്രഹങ്ങൾ, ചിലത് സൂക്ഷ്മമായ ആഗ്രഹങ്ങൾ. എന്തായാലും ആഗ്രഹങ്ങൾ തന്നെ. പക്ഷെ ഭഗവാൻ ധ്യാനം എന്ന മാർഗത്തിലൂടെ നമുക്ക് പകർന്നു തന്നിരിക്കുന്നത് കുട്ടികൾ ഈശ്വരനെ തന്നെ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. ആഗ്രഹവും ഈശ്വരനെ തന്നെ. ഈശ്വരന്റെ മുന്നിലിരിക്കുക, ഈശ്വരനോട് സംസാരിക്കുക, ഈശ്വരനെ തന്നെ തന്റെ 3ാം നേത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുക, ഈശ്വരന്റെ സാമീപ്യം അനുഭവിക്കുക, ഈശ്വരന്റെ എനർജിക്കുള്ളിലിരിക്കുക, ഈശ്വരന്റെ കാര്യങ്ങൾ സംസാരിക്കുക, ഈശ്വരനെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക മറ്റുള്ളവർക്ക്, ഈശ്വരന്റെ ആജ്ഞാനുവർത്തിയായി ജീവിക്കുക, ഈശ്വരനെ പ്രത്യക്ഷനാക്കുന്ന തരത്തിൽ തന്റെ കർമ്മങ്ങളെ ശ്രേഷ്ഠമാക്കുക. ഇങ്ങനെ ഈശ്വരനെ തന്നെ ആഗ്രഹിക്കുന്നതാണ് ധ്യാനം. ഈശ്വരന്റെ മുന്നിൽ പല ആഗ്രഹങ്ങൾ കൊണ്ടുപോയി നിരത്തുന്നതാണ് പ്രാർത്ഥന. ഈശ്വരനെ തന്നെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതാണ് ധ്യാനം. രണ്ടും തമ്മിലുള്ള അന്തരം കണ്ടില്ലേ? അപ്പോ നമ്മുടെ ഓരോരോ പ്രാർത്ഥനകളും ഈശ്വരന്റെ മുന്നിൽ അവതരിപ്പിച്ച് ജീവിതകാലം മുഴുവൻ, അവസാന കാലം വരയ്ക്കും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കുക. എങ്കിൽ ഈശ്വരൻ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും? അവസാന നിമിഷം വരെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. അന്നും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും കൊണ്ട് ഈ കുട്ടി എൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നുണ്ട്. ഇന്നും ഇതാ എൻ്റെ മുന്നിൽ അതുപോലെ ആഗ്രഹവുമായിട്ട് വന്നു നിൽക്കുന്നു. ഇവന്റെ ആഗ്രഹം തീർന്നില്ലേ? എന്നിൽ നിന്ന് എത്രയാ നേടിക്കൊണ്ടിരിക്കുന്നത്? ഈശ്വരന് ചിന്തയുണ്ടാക്കി കൊടുക്കുകയാണ് നമ്മൾ. അപ്പോൾ ഈശ്വരൻ യഥാർത്ഥത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് തരുന്നുണ്ടോ? ഇതുകൂടി ചിന്തിക്കണം.
ഈശ്വരൻ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് തരുന്നുണ്ടോ? അങ്ങനെ ഒരു കാര്യം ഈശ്വരന് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈശ്വരൻ നമ്മളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് തരികയല്ല ചെയ്യുന്നത്, അഥവാ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരികയുമല്ല ഈശ്വരൻ ചെയ്യുന്നത്. എല്ലാ പ്രശ്നങ്ങളെയും സ്വയം പരിഹരിക്കുവാനുള്ള കഴിവുള്ള ഓരോ മനുഷ്യാത്മാക്കളാക്കി മാറ്റുന്നു. നമ്മെ വളരെ പവർഫുള്ളായിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സ് ആക്കി മാറ്റുന്നു. ഓരോ ദിവസവും നമ്മുടെ പുതിയ പുതിയ പ്രശ്നങ്ങളെ കൊണ്ട് നമ്മൾ പോയി ഈശ്വരന്റെ മുന്നിൽ നിൽക്കുന്നു. അതിനെ ഈശ്വരൻ പരിഹരിച്ചു തരുന്നു. പിന്നെ നമ്മൾ അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് വീണ്ടും ഈശ്വരന്റെ അടുത്തേക്ക് പോകുന്നു. ഈ പരിപാടിയല്ല ഈശ്വരൻ ആഗ്രഹിക്കുന്നത്. ഈശ്വരൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ തന്നെ സൊല്യൂഷൻ കണ്ടെത്തുന്ന തരത്തിൽ നമ്മളെ ഉയർത്തുവാൻ വേണ്ടിയിട്ടാണ് ഈശ്വരൻ ആഗ്രഹിക്കുന്നത്. ധ്യാനത്തിലൂടെ അതാണ് നമ്മളെ ഈശ്വരൻ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് നമ്മളെ പ്രാപ്തമാക്കുന്നത്. ഒരച്ഛനും മുതിർന്ന് വളർന്ന് വലുതായ കുട്ടി തന്നെ ആശ്രയിച്ചു ജീവിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടില്ല. ചെറുപ്പത്തിലൊക്കെ. പക്ഷെ വളർന്നു വലുതായ ഒരു കുട്ടി ഈ അച്ഛനെ തന്നെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. ആ കുട്ടി വയസ്സാവുന്നതുവരെയും ഈ അച്ഛനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. ആ കുട്ടി തന്നെ ഒരു അച്ഛനായിരിക്കുന്നു, എന്നിട്ടും ഈ അച്ഛനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു കുട്ടി അച്ഛനെ തന്നെ ആശ്രയിച്ചു ജീവിക്കുന്ന ആ ഒരവസ്ഥയിൽ ആ കുട്ടിയെ അച്ഛൻ അധികം ഇഷ്ടപ്പെടില്ല. ഒന്നിനും കൊള്ളാത്തവൻ എന്നേ അച്ഛൻ കരുതുള്ളൂ. അപ്പോൾ ഈശ്വരനെ നമ്മൾ അച്ഛനായി കണ്ട് ഈശ്വരനെ സദാ ആശ്രയിക്കുകയല്ല വേണ്ടത്, അനുസരിക്കുകയാണ് വേണ്ടത്. അച്ഛന്റെ സമ്പത്തിനെ, തനിക്ക് കിട്ടുന്ന ആ സമ്പത്തിന്റെ ഭാഗത്തെ ഏറ്റെടുത്ത് അതിനെ വർദ്ധിപ്പിച്ച് പ്രശസ്തനായി അതിലൂടെ അച്ഛന്റെയും പേരിനെ പ്രശസ്തമാക്കുന്ന മക്കളെ ഏതച്ഛനും ഹൃദയത്തോടെ അണയ്ക്കും. ഈശ്വരനും ഇങ്ങനെ തന്നെയാണ്. താൻ നൽകുന്ന ദിവ്യഗുണങ്ങളുടെയും ശക്തികളുടെയും ജ്ഞാനത്തിന്റെയും സമ്പത്തിനെ അഭിവൃദ്ധിപ്പെടുത്തി തന്റെയും ഈശ്വരന്റെയും പേരിനെ ലോകത്തിന് മുന്നിൽ വിളിച്ചോതുന്ന മക്കളെയാണ് ഈശ്വരനും ഇഷ്ടം. ആ മഹാമനസ് അങ്ങനെയുള്ള മക്കളെയാണ് ആഗ്രഹിക്കുന്നത്. ധ്യാനത്തിലൂടെ നമ്മൾ അപ്രകാരത്തിലുള്ള ഒരു മനസ്സിനുടമയായി മാറുന്നു. പ്രാർത്ഥന നമ്മൾ സ്ഥിരം ചെയ്യുന്നത് കൊണ്ടും നമ്മൾ ഈശ്വരൻ ഉദ്ദേശിച്ച തരത്തിലേക്ക് വളരുന്നില്ല. വീണ്ടും നമ്മളൊരു ആവശ്യക്കാരായി മാറുകയാണ്. ധ്യാനത്തിലൂടെ നമ്മൾ ആവശ്യങ്ങളൊന്നുമില്ലാത്തൊരു വ്യക്തിയാകുന്നു. ഭഗവാനെ, എനിക്കൊന്നും വേണ്ട, എനിക്ക് അങ്ങേ മതി, എനിക്കൊന്നും വേണ്ട. ഈശ്വരന്റെ മുന്നിൽ ആവശ്യങ്ങൾ നിരത്താത്തവരാണ് ജ്ഞാനികൾ. ഈശ്വരനിൽ നിന്ന് എന്തെങ്കിലും വേണം എന്നാഗ്രഹിക്കാതെ ഈശ്വരനെ തന്നെ എനിക്ക് വേണം, ഈ രീതിയിൽ ചിന്തിക്കുന്നവരാണ് ജ്ഞാനികൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ ഈശ്വരനിൽ നിന്ന് മുൻകൂട്ടി സ്വീകരിച്ചു വെച്ചിട്ടുള്ള ജ്ഞാനത്തിന്റെയും ധ്യാനത്തിന്റെയും സർവഗുണങ്ങളുടെയും ആ ശക്തിയെ ഉപയോഗിക്കുക. ഇതാണ് ഒരു ധ്യാനം ചെയ്യുന്ന വ്യക്തി ചെയ്യുന്നത്. മറിച്ച് പ്രാർത്ഥന ചെയ്യുന്ന ഒരു വ്യക്തി ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും വേണ്ട, എന്റെ ഭഗവാൻ ഇരിക്കുന്നുണ്ട്, ഇതൊക്കെ ശരിയാക്കി തരാൻ എന്ന് പറഞ്ഞ് ഈശ്വരന്റെ അടുത്തേക്ക് ഓടും. എന്നാൽ ജ്ഞാനിയായിട്ടുള്ള ഒരു മനുഷ്യൻ, അഥവാ ധ്യാനം അഭ്യസിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു പ്രശ്നം വരുന്ന സമയത്ത് എനിക്ക് ഈ പ്രശ്നത്തെ തരണം ചെയ്യുവാൻ ഈശ്വരൻ ഇങ്ങനെ ഒരു വിദ്യ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഈശ്വരന്റെ അടുത്തേക്കല്ല ഓടുക, ഈശ്വരൻ നൽകിയിട്ടുള്ള ആജ്ഞകളുടെ അഭയമാണ് പ്രാപിക്കുക. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ഇങ്ങനെ അതിനെ തരണം ചെയ്യാം എന്ന് ഈശ്വരൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെ ഈശ്വരീയ വിദ്യാലയത്തിൽ ദിവസേന നമുക്ക് ലഭിക്കുന്ന ക്ലാസ്സുകളിൽ ഇത് അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കത് ആർജിക്കാം. അപ്പോൾ ഈശ്വരനെ സ്മരിക്കുക എന്നത് ഈശ്വരനിൽ നിന്നുള്ള താൻ ആർജിച്ചതായിട്ടുള്ള വിദ്യകൾ വീണ്ടും ബുദ്ധിയിൽ ഉണരുവാൻ വേണ്ടിയിട്ടുള്ള സ്മരണയാണ് നമുക്ക് ആവശ്യം. എങ്ങനെ ഒരു ആയോധന കലയിലെ വിദ്വാൻമാർ അങ്കത്തട്ടിലേക്ക് കയറുന്ന സമയത്ത് തന്റെ ഗുരുവിനെ സ്മരിക്കും. തന്റെ എല്ലാമാണ് ഗുരുവിനെ സ്മരിക്കും. അതെന്തിനു വേണ്ടിയാ? തനിക്ക് അടി കിട്ടുന്ന സമയത്ത് ഗുരു വന്ന് തടുക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. ഗുരു നൽകിയ വിദ്യകൾ ഈ അങ്കത്തട്ടിൽ വെച്ച് എനിക്ക് ഓർമ്മ വരണമേ, ആ രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. അതാണ് ധ്യാനിക്കുകയാണ് അവിടെ. ഗുരു ധ്യാനം ചെയ്യണം. ഗുരു അഭ്യസിപ്പിച്ചു തന്നിട്ടുള്ളതായിട്ടുള്ള വിദ്യകളെല്ലാം ഇവിടെ എനിക്ക് ഉപയോഗത്തിലേക്ക് വരണമേ. ഇതുപോലെ നമ്മുടെ ജീവിതം ഒരു അങ്കത്തട്ട, ഒരു യുദ്ധക്കളമാണ്. അവിടെ നമുക്ക് ഈശ്വരൻ നൽകിയ ശിക്ഷണങ്ങൾ ഓർമ്മ വരണം. ഈശ്വരൻ നൽകിയ ഓരോ പരിതസ്ഥിതികളെയും മറികടക്കുവാനുള്ള വിദ്യകൾ നമുക്ക് ഓർമ്മ വരണം. ഈ വിദ്യകളെ ഓർമ്മ വരുവാനാണ് നമ്മൾ ഈശ്വരനെ സദാ സ്മരിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഈശ്വരൻ തന്നെ അങ്ങോട്ട് വന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പിന്നെ നമ്മൾക്ക് എന്താ പണി? അപ്പോൾ ഈശ്വരനെ കൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യിക്കുക. അർത്ഥം, നമുക്ക് ഒരു പരീക്ഷാ പേപ്പർ വന്നു, നമ്മൾ പരീക്ഷാ ഹാളിലാണ്, നമുക്ക് അധ്യാപകൻ ഒരു പരീക്ഷാ പേപ്പർ തന്നു, നമ്മൾ അയ്യോ എനിക്കൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നേ, എനിക്ക് അറിയുന്നില്ല എന്ന് പറഞ്ഞ് അധ്യാപകനെ തന്നെ അഭയം പ്രാപിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ അധ്യാപകന് ഇഷ്ടമാകുന്നില്ല.
പകരം ആ ക്വസ്റ്റ്യൻ വന്നു, ഇതിൽ എൻ്റെ അധ്യാപകൻ എനിക്ക് ഇങ്ങനെയാണ് ഈ ഉത്തരം നൽകാൻ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഉത്തരം എഴുതുക. അതാണ് അധ്യാപകന് മുന്നിൽ നല്ലൊരു വിദ്യാർത്ഥിയാവുക. അച്ഛന് മുന്നിൽ നല്ലൊരു കുട്ടിയാവുന്നത് എങ്ങനെയാണെന്ന് തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ. ഇങ്ങനെ ഈശ്വരനെ ഉപയോഗിക്കുവാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈശ്വരന്റെ കയ്യിൽ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഏൽപ്പിച്ച് നമ്മൾ അങ്ങോട്ട് രക്ഷപ്പെടുകയല്ല വേണ്ടത്. ഈശ്വരനെ ഉപയോഗിച്ചുകൊണ്ട്, ഈശ്വരൻ നൽകിയ വിദ്യകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതമാകുന്ന ഈ സമസ്യകൾ, ജീവിതത്തിൽ ഉണ്ടാകുന്ന സമസ്യകളെ പരിഹരിക്കുവാൻ ശ്രമിക്കുക. ധ്യാനം അതാണ് ചെയ്യുന്നത്. ധ്യാനത്തിലൂടെ നമ്മൾ ഈശ്വരനിൽ നിന്ന് സമസ്തവും ആർജിക്കുന്നു. അതിനുശേഷം നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്തുന്നു. എനിക്ക് ഈശ്വരനുണ്ട്, ഈശ്വരൻ നൽകിയ വിദ്യകളുണ്ട്. ഈ ശുഭമായ വിശ്വാസത്തോടെ ജീവിതത്തിന്റെ തേരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. മറിച്ച് പ്രാർത്ഥനയിൽ എന്ത് സംഭവിക്കുന്നു? ഈ തേരൊക്കെ ഇട്ടിട്ട് അവിടെ നിൽക്കുന്നു. അയ്യോ, ഇത് എനിക്കിനി കൊണ്ടുപോകാൻ വയ്യ എന്നും പറഞ്ഞ് അവിടെ ഇടുന്നു. ഇതല്ല ഈശ്വരൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈശ്വരൻ നമ്മെ ഒരിക്കലും ഈശ്വരനെ പൂജിക്കുന്ന ആളുകളായി മാറാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മെ പൂജ്യരാക്കി മാറ്റുകയാണ് ഈശ്വരൻ. ഈശ്വരൻ നമ്മെ കൊണ്ട് നീ എന്നെ പൂജിക്കൂ, നീ എന്നെ ആരാധിക്കൂ, നീ എന്റെ മഹിമയും പാടിയിട്ടിരിക്കൂ, നീ എന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കൂ, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം. ഇങ്ങനെ ഈശ്വരൻ ഒരിക്കലും പറയില്ല. നിന്റെ എല്ലാ കാര്യവും ഞാൻ ശരിയാക്കാം, ഇങ്ങനെ ഈശ്വരൻ പറയില്ല. നീ എന്നിൽ വിശ്വസിച്ചാൽ ഞാൻ നിന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളാം, ഞാൻ നിനക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാം. ഇങ്ങനെയൊന്നുമല്ല ഈശ്വരൻ നമുക്ക് വാഗ്ദാനം തന്നിരിക്കുന്നത്. ഈശ്വരനാണെങ്കിൽ ഈശ്വരൻ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് നമ്മെ നമ്മുടെ സ്വന്തം കാലിൽ നിലനിർത്തുവാനാക്കി മാറ്റും. ഈശ്വരൻ അതാ ചെയ്യുക. ഒരച്ഛനും മക്കളെ സദാ അച്ഛനെ ആശ്രയിക്കുന്ന മക്കളാക്കി മാറ്റാൻ ആഗ്രഹിക്കില്ല. സ്വന്തം കാലിൽ നിലനിർത്തുവാനുള്ള വിദ്യയാണ് ഈശ്വരൻ തരുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ചെയ്യുന്ന ആരാധന ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ എല്ലാം ഈശ്വരനിൽ ആശ്രയിക്കുവാനാണോ വീണ്ടും വീണ്ടും തിടുക്കം കൂട്ടുന്നത്? അതോ ഈശ്വരൻ നൽകുന്ന വിദ്യകളെ ആർജിച്ച് നമ്മുടെ ജീവിതത്തെ സ്വന്തം കാലിൽ നിലനിർത്തുവാൻ ഈശ്വരന്റെ വിദ്യകളെ ഉപയോഗിച്ചുകൊണ്ട് ഈശ്വരൻ നൽകുന്ന ശക്തിയെയും ഈശ്വരന്റെ ചൈതന്യവും സ്വന്തം ജീവിതത്തിൽ നിറച്ച് നമ്മുടെ ജീവിതത്തെ സെൽഫ് സ്റ്റാൻഡിംഗ് ആക്കി മാറ്റാനാണോ നമ്മൾ പരിശ്രമിക്കുന്നത്? പ്രാർത്ഥനയും ധ്യാനവും ഇവിടെയാണ് അതിന്റെ വ്യത്യാസം കാണിക്കുന്നത്. അതുകൊണ്ട് ധ്യാനം മനുഷ്യനെ എന്നേക്കുമായി വിജയത്തിലെത്തിക്കുന്നു എന്നുള്ള കാര്യം തീർച്ചയായും. അതുകൊണ്ട് നമ്മളെല്ലാവരും ദിവസവും ഈശ്വരൻ നൽകിയിരിക്കുന്ന ഈ ഒരു മഹാമന്ത്രം ഓർമ്മയിൽ വയ്ക്കൂ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒരിക്കലും ഈശ്വരനോട് വന്ന് പറയരുത്, എന്റെ പ്രശ്നം എത്ര വലുതാ, എന്റെ പ്രശ്നം വളരെ വലുതാണ് എന്ന്. നിങ്ങൾ പ്രശ്നത്തിനോട് പോയി പറയൂ, ഹേ പ്രശ്നമേ, എന്റെ ഈശ്വരൻ എത്ര വലുതാ, എന്റെ ഈശ്വരൻ എത്ര വലിയവനാ. ഈ ഒരു രീതിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഓം ശാന്തി. രാജയോഗജ്ഞാനം പരമാത്മാനന്ദപ്രകാശിതം. രാജയോഗജ്ഞാനം സർവസർവാത്മഭൂഷണം. രാജയോഗജ്ഞാനം സമസ്തദുരിതമുക്തിതം. രാജയോഗജ്ഞാനം സർവഗുണാർത്ഥസാധകം. രാജയോഗജ്ഞാനം സർവാനന്ദസമ്പൂർണം. ഓം ശാന്തി ശാന്തി ശാന്തി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.